ഹലോ ഓൾ വെൽക്കം ടു ടെക് ട്യൂട്ടർ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ലൈഫ് സ്കിൽസിന്റെ തേർഡ് ആക്ടിവിറ്റിയാണ്. ഇതൊരു വളരെ ചെറിയ സെഷനാണ്. ബേസിക്കലി ഇതൊരു പ്രസന്റേഷൻ ആണ് ക്ലാസ്സിൽ നടക്കുന്നതാണ്. സെക്കൻഡ് വീക്ക് തൊട്ട് ഫോർത്ത് വീക്കിനകം നമുക്ക് തീരേണ്ട ആക്ടിവിറ്റിയാണിത്. എല്ലാ കുട്ടികളും പ്രസന്റ് ചെയ്ത് തീർക്കേണ്ടതാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് സ്റ്റുഡൻസ് ഈ പ്രസന്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവണം. എന്നിട്ട് അവർ ക്ലാസ് റൂമിൽ അത് പ്രസന്റ് ചെയ്യണം. സോ 1 ബൈ 1 പ്രസന്റേഷൻ ആയതുകൊണ്ടാണ് 2 to 4 വീക്കിനകത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രസന്റേഷന്റെ കറസ്പോണ്ടിങ് സബ്ജക്ട് വന്നിട്ട് എംപതി എന്നുള്ളതാണ്. ബേസിക്കലി ഇത് ഐഡന്റിഫൈ റിഫ്ലക്ട് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, എംപതി എന്നുള്ളത് പേഴ്സണലി എല്ലാവരും എങ്ങനെ ഒബ്സർവ് ചെയ്യുന്നു, ആ വക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഹ്യൂമൻ വാല്യൂവിന്റെ അണ്ടറിൽ വരുന്നതായതുകൊണ്ടാണ് എംപതി എന്നുള്ളൊരു ടോപ്പിക്. ആൻഡ് അഗെയിൻ ഇങ്ങനൊരു ടോപ്പിക് വളരെ ജനറൽ ടോപ്പിക് ആയതുകൊണ്ട് ഇതിൽ എന്തൊക്കെ കണ്ടന്റ് വേണം എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവാം. അത് ടീച്ചേഴ്സിനാണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും. ബിക്കോസ് എന്ത് പ്രസന്റ് ചെയ്യും, എന്തിനെ ഇവാലുവേറ്റ് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ ചെയ്തിരുന്ന കാര്യമാണ് ഈ കാണിക്കുന്നത്. ഇതിൽ ഇപ്പം ഇൻട്രൊഡക്ഷൻ, എമ്പതിയുടെ വേർബൽ ഡെഫിനേഷൻ അങ്ങനൊന്നും അല്ല. ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം എമ്പതി എന്ന് അവർക്ക് തോന്നിയിരിക്കുന്ന ഒരു ആം, എന്താ ഡെഫിനേഷൻ അല്ല, ഇൻ വേർഡ്സ്. അത് വളരെ ചെറിയ കാര്യമായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അവരുടെ ലൈഫിൽ നിന്നോ അല്ലെ പ്രൊഫഷനിൽ നിന്നോ ഒക്കെ അവർക്ക് കിട്ടിയിരിക്കുന്ന, പ്രൊഫഷണൽ എന്ന് പറയാൻ പറ്റില്ല. ബട്ട് എന്താ പറയുക, വേറൊരാളുടെ കണ്ണിൽ കൂടെ കാണും. ഇപ്പം ചിലപ്പോൾ പാരന്റ് പറഞ്ഞൊരു അനുഭവമായിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക ഇൻ അവർ ഓൺ വേർഡ്സ്, ഒരു ഡെഫിനിഷൻ ആയിട്ടല്ല. ആൻഡ് അഗെയിൻ ഇപ്പം നമ്മളൊരു ഇൻസ്റ്റൻസ് പറയണം. അതിൽ നമ്മൾ എമ്പതിയെ നമ്മൾ അറിഞ്ഞിരിക്കുന്നതിൻ്റെ, ഇപ്പം നമുക്ക് ഫീൽ ചെയ്തതാവാം, നമ്മൾ ചെയ്തതാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പം അതിൻ്റെ ഒരു ഇൻസ്റ്റൻസ് അത് എക്സ്പ്ലെയിൻ ചെയ്യുക. ആൻഡ് അഗെയിൻ ഇതിൻ്റെ പേഴ്സണൽ റിഫ്ലക്ഷൻ, ഈ ഒരു ഇൻസ്റ്റൻസ് കൊണ്ട് നമുക്ക് ആ സ്റ്റുഡൻറ്റിന് എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടായത് ആ കറസ്പോണ്ടിങ് ഇതുകൊണ്ട്, അതിൽ നിന്ന് എന്താണ് പഠിച്ചത്, പിന്നീടുള്ള ബിഹേവിയറിൽ അത് വരുത്തിയ ചേഞ്ച് എന്താണ്, അങ്ങനെ ഇതിൽ കൂടുതലും നിങ്ങൾക്ക് പോയിന്റ്സ് ആഡ് ചെയ്യാം. ഞാൻ വളരെ ചുരുക്കം ആഡ് ചെയ്യുന്നുള്ളൂ. ഇതിന് 2 മാർക്കാണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ 10 മാർക്കിൻ്റെ ഒരു സ്പ്ലിറ്റപ്പിൽ നിന്ന് 2ലേക്ക് സ്കെയിൽ ഡൗൺ ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം എങ്ങനെയാണ് ഈ 1 മാർക്കിനൊക്കെ എങ്ങനെ സ്പ്ലിറ്റപ്പ് ഇടാനാണെന്നുള്ളത്. അപ്പോൾ ഇത് കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട് എന്നുള്ളത് നോക്കുക. ആൻഡ് അഗെയിൻ ടേക്ക് അവേ, ഇതിൽ നിന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം, ഫ്യൂച്ചറിൽ എന്തായാലും നമ്മൾ കീപ്പ് ഓൺ ചെയ്യുന്ന, നമുക്ക് തന്നെ വേർഡ് കൊടുത്തിരിക്കുന്ന, ഒരു പ്രോമിസ് കൊടുത്തിരിക്കുന്ന കാര്യം, അങ്ങനെ എന്ത് ടേക്ക് അവേ ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയത്, ഇത്രയും കാര്യങ്ങൾ. ആൻഡ് അഗെയിൻ ഞാൻ പറഞ്ഞു, സോറി, ഇതിൽ 10 മാർക്കാണ് കേട്ടോ. വാട്ട് ഈസ് അണ്ടർസ്റ്റാൻഡിങ് എംപതി ക്വാളിറ്റി, ആ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിളിൻ്റെ ക്വാളിറ്റി എത്ര കണ്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, അത് ഡെപ്ത് ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പ്രസൻറ്റേഷൻ സ്കില്ല്, ഇതിലെ പേഴ്സണൽ ടച്ച് എത്രയുണ്ട്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കുക. ആൻഡ് അഗെയിൻ ഇതിലൊരു വാൾ ഓഫ് എംപതി എന്ന് പറഞ്ഞ് ഇപ്പോൾ പറഞ്ഞ ലാസ്റ്റ് ടേക്ക് അവേ തന്നെ നെക്സ്റ്റ് സെമിസ്റ്ററിലൊക്കെ ഇവർ ഷുവറായിട്ടും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് അവർ തന്നെ പ്രോമിസ് ചെയ്യുന്ന ഒരു കാര്യം, പ്രസൻറ്റേഷനിൽ ഒരു സ്റ്റിക്കർ പോലെയോ എന്തെങ്കിലും അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യുക. ആൻഡ് അഗെയിൻ ഗ്രൂപ്പിന് വേണമെങ്കിൽ അവരുടെ ഡ്രൈവിൽ ഒരു വാൾ, ഒരു വാളിൽ അവരവരുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാവരും ഒരു സ്റ്റിക്കർ പോസ്റ്റ് ചെയ്യുക, ഇന്നതാണ് നമ്മളുടെ ടേക്ക് അവേ എന്നുള്ള രീതിയിൽ. ഇത്രയും മതിയാവും തേർഡ് ആക്ടിവിറ്റിക്ക്. 2 മാർക്കിൻ്റെ ആക്ടിവിറ്റിയാണ്, ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യേണ്ടതാണ്. ഐ ഹോപ്പ് എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.